കണ്ണപുരം കല്യാശ്ശേരി ഭാഗത്ത് RSS SDPI സംഘർഷം നിലനിൽക്കുകയാണ്. പ്രദേശത്ത് പോലീസ് വലിയ ജാഗ്രത പുലർത്തുകയാണ്. അതിന് കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ RSSന്റെ പ്രവർത്തകർ ഒരു കാരണവുമില്ലാതെ അവിടെ പ്രകോപനമുണ്ടാക്കി എന്നുള്ളതാണ് SDPIയുടെ ഭാഗം. SDPI പറയുന്നത് ഇങ്ങനെയാണ്: SDPIയുടെ പ്രവർത്തകനായിട്ടുള്ള യാസിന്റെ വീട്ടിലെ അഥവാ ആ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന പൾസർ ബൈക്കും ഒരു സ്കൂട്ടറും ഒരു പ്രകോപനവുമില്ലാതെ RSSന്റെ പ്രവർത്തകർ അഥവാ BJPയുടെ പ്രവർത്തകർ കത്തിച്ചു എന്നുള്ളതാണ്. പുലർച്ചെ 3 മണി സമയത്താണ് ഇത് ചെയ്തതെന്നാണ് അവർ പറയുന്നുള്ളത്. അതായത് ഒരു പ്രകോപനവുമില്ലാതെ അവിടെ RSSന്റെ പ്രവർത്തകർ അഥവാ BJPയുടെ പ്രവർത്തകർ കലാപത്തിന് കോപ്പ് കൂട്ടുന്നു എന്നുള്ളതാണ് SDPIയുടെ നേതാക്കൾ പറയുന്നുള്ളത്. അതിന് കാരണമായി അവർ പറയുന്ന വിഷയം, മാസങ്ങൾക്ക് മുൻപ് കല്യാശ്ശേരി ഭാഗത്ത് ഗർഭിണിയെയും കൊണ്ട് പോകവേ ആ വാഹനത്തിലുണ്ടായിരുന്ന ഗർഭിണിയുടെ ഭർത്താവിനെയും ഗർഭിണിയെയും ഉപദ്രവിച്ച വിഷയത്തിൽ പോലീസ് നിസാര വകുപ്പുകളാണ് ചാർത്തിയതെന്നും ഉടൻ തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു എന്നുമാണ് SDPIയുടെ പ്രവർത്തകർ പറയുന്നുള്ളത്. അത് കാരണമാക്കി നിസാര വകുപ്പുകൾ പോലീസ് ചാർത്തുന്നത് കൊണ്ട് തന്നെ മുന്നോട്ട് കലാപമുണ്ടാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിസാര വകുപ്പുകളെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് SDPIയുടെ പ്രവർത്തകർ RSSകാർ കരുതുന്നതായിട്ട് പറയുന്നുള്ളത്. എന്നാൽ ഈ വാഹനം കത്തിച്ചതിന് ശേഷം അവിടെയുള്ള യുവമോർച്ചയുടെ നേതാവായിട്ടുള്ള ജിജി എന്ന പേരിൽ അറിയപ്പെടുന്ന യുവമോർച്ചയുടെ സജീവ പ്രവർത്തകന്റെ വീട്ടിലെ ഒരു ബുള്ളറ്റും ആ വീട്ടിലെ ഒരു ഓട്ടോയും കത്തിച്ചു എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അതായത് SDPI പ്രവർത്തകന്റെ വീട്ടിലെ 2 വാഹനങ്ങൾ കത്തിച്ച് വീട്ടിലേക്ക് കിടന്നുറങ്ങാൻ പോയ സമയത്ത് തന്നെയായിരിക്കാം ചിലപ്പോൾ ഈ വാഹനങ്ങളും കത്തിച്ചിട്ടുണ്ടാവുക. എന്തായാലും വിഷയം അവിടെ കത്തി നിൽക്കുകയാണ്. ഈ വിഷയത്തിലെ നിലവിൽ ലഭിച്ച റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ പോലീസ് വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. RSS